ഹായ് സുഹൃത്തുക്കളെ, നമ്മളെ തേനീച്ചക്കൂട് എക്സ്ക്യൂട്ടർ വെച്ചുകാണ്ട് പിരിച്ച കൂട് 8 ദിവസം മുമ്പ് ഒരു കൂട്ടിൽ തന്നെ മേലെ സ്കൂട്ടർ വെച്ച് പിരിച്ച കൂടാണിത്. ഇത് 9ാമത്തെ ദിവസമാണെന്ന്. ഇന്ന് നമ്മൾ ചെക്ക് ചെയ്ത് നോക്കുകയാണ് എങ്ങനെയുണ്ട് കൂട്. അതിന് മുമ്പേ നോക്കിയാണ് റാണി സെല്ലൊക്കെ കെട്ടിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അത് എങ്ങനെ പിരിക്കാമെന്നുള്ളതാണ് ഇന്ന് നോക്കുന്നത്. ഈ കൂടിൽ അത്യാവശ്യം ഈച്ചകളൊക്കെ ഉണ്ട്. ഇതാണ് ഒരട. ഈ അടിയിൽ റാണി സെല്ല് കെട്ടിയിട്ടുണ്ട്. ഈ അടിഭാഗത്ത് നോക്കി നമുക്ക് കാണാൻ പറ്റും റാണി സെല്ല് കെട്ടിയത്. നല്ല മൂത്ത് നല്ല വലുപ്പമുള്ള റാണി സെല്ലാണ്. 1 2 3 ഇതിൽ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. അടുത്ത അടിയിൽ അതുപോലെ ഈ അടിയിലും കാണാൻ പറ്റും റാണി സെല്ല്. നല്ല മൂപ്പെത്തിയ ചുവപ്പ്, അടിഭാഗ ചുവപ്പ് കളറായ വിരിയാണായ റാണി സെല്ല് തന്നെയാണ് ഇതിൽ കാണുന്നത്. ഇത് പുതിയൊരട അവർ ഉണ്ടാക്കിയതാണ്. ഇതിലും ചെറിയ കപ്പുകൾ സെറ്റാക്കിയിട്ടുണ്ട്. ഇതിൽ റാണി സെല്ലൊന്നും കാണുന്നില്ല. അങ്ങനെ മൊത്തം മേലക്കിട്ട കൂട്ടിൽ നമുക്ക് 8ഓളം റാണി സെല്ല് കെട്ടിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇതിൽ 1-2 നിർത്തിയിട്ട് ബാക്കിയുള്ളത് കട്ട് ചെയ്ത് നമുക്ക് വേറൊരു കൂട്ടിക്ക് സെറ്റാക്കാം. എന്നിട്ട് ഈ കൂട് 2 ആക്കി പിരിക്കാനാണ് ഉദ്ദേശിക്കുന്നത്. ഇത് 2, 3, 4 വരെ നമുക്ക് ചെയ്യാൻ പറ്റും. ഓരോ അടിയിലും അഡീഷണൽ താഴത്തുനിന്ന് അട എടുത്തിട്ട് കൂടുണ്ടാക്കാം. പക്ഷെ നമുക്ക് അധികം കൂട് വേണ്ടാത്തതുകൊണ്ട് ഇല്ല കൂട് നല്ല സ്ട്രോങ് ആക്കാൻ വേണ്ടിയിട്ട് ഞാൻ 2 ആക്കുന്നത്. ഒന്ന് റാണിയുള്ള സെല്ലും ഒന്ന് ഈ മേലത്തെ കൂടും. ഞാൻ 2 കൂടാണ് ചെയ്യുന്നത്. ഇത് നല്ല 1-2 സെല്ല് നമുക്ക് ആവശ്യമുണ്ട്. അപ്പോൾ നമ്മൾ നശിപ്പിക്കാതെ അത് ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് ഒരു ബ്ലേഡ് എടുത്ത് കട്ട് ചെയ്യണം കേട്ടോ. ബ്ലേഡ് ആകുമ്പോൾ സുഖമാണ്. ഇത് ഞാൻ കമ്പി, ഈ അടൻ്റെ അടി കൂടെ കമ്പി ഇട്ടുകൊണ്ടാണ് ഇത് എങ്ങനെ നമുക്ക് തിരിക്കാൻ പറ്റുന്നത് കേട്ടോ. അല്ലെങ്കിൽ ഈ അടയൊക്കെ ചാടിപ്പോവും. അപ്പോൾ നമുക്ക് കമ്പി ഇട്ടുകാണ്ട് അടിയിലൊരു കമ്പി ഇട്ടുകാണ്ട് കെട്ടിയിട്ടുണ്ട്. അതുകൊണ്ട് എങ്ങനെയും തിരിക്കാം. നമ്മൾ ഇങ്ങനെയൊക്കെ എടുക്കുമ്പോൾ ശ്രദ്ധിക്കണം. ഞാൻ സേഫ്റ്റി ആയിട്ടൊന്നും ചെയ്തിട്ടില്ല. നമുക്ക് കൂടുതലൊരു വിശ്വാസം, ചെറിയൊരു എക്സ്പീരിയൻസും വെച്ചിട്ട് ഞാൻ അങ്ങനെ ചെയ്യണത്. നിങ്ങളൊക്കെ അത് ചെയ്യുമ്പോൾ മുഖത്ത് അണി ക്യാപ്പും ഗ്ലൗസും ഇതൊക്കെ ചെയ്യണത് നന്നായിരിക്കും. നല്ല എക്സ്പീരിയൻസ് ഉള്ള ആൾക്കാർ ചെയ്യണത് കണ്ടിട്ട് ചെയ്യരുത്. അങ്ങനെ നമ്മൾ നല്ല റാണി സെല്ല് ഇതാക്കണേ. നല്ലൊരു സെല്ല് കിട്ടിയിട്ടുണ്ട്. അത് നമ്മൾ ഒരു പാത്രത്തേക്ക് വെക്കുകയാണ്. ഇത് നമുക്ക് ആവശ്യമുണ്ട്. വേറൊരു കൂട് പിരിക്കുമ്പോൾ നമുക്ക് അതിലേക്ക് വെച്ച് കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. അങ്ങനെ എല്ലാം പുക കൊടുക്കുകയാണ്. പുക അല്ലാതെ നമുക്ക് കട്ട് ചെയ്യാം. പക്ഷേ പുക കൊടുത്താൽ നമുക്ക് ഒന്നുകൂടിയും കട്ട് ചെയ്യുമ്പോൾ സേഫ്റ്റി ആയിട്ട് കിട്ടും. ഈച്ചകളൊക്കെ ഒന്ന് മാറിയാൽ ഈച്ചകളെ ബുദ്ധിമുട്ടിക്കാതെ കട്ട് ചെയ്യാം. മറ്റേത് അപ്പോൾ ഈച്ചകളെ ശരീരത്തിലൊക്കെ തട്ടുമ്പോൾ കുത്താനും അവർക്ക് വേദനിക്കാനൊക്കെ ചാൻസ് ഉള്ളതുകൊണ്ട് ചെറുന്നനെ ഒരു പുക കൊടുക്കുക. അത് നന്നാവും. അല്ലെങ്കിൽ പിന്നെ കുടയണം. കുടയുമ്പോൾ ചിലപ്പോൾ ഈച്ചകൾക്കൊക്കെ ഭയങ്കര ഒരു ഡിസ്റ്റർബ് വരും. ഇതാകുമ്പോൾ വലിയൊരു ബുദ്ധിമുട്ടില്ല. അവരങ്ങനെ ഒരു സൈഡ് കൊഴിഞ്ഞ് പോയിക്കോളും. അപ്പോൾ നമുക്ക് മറ്റേ സൈഡും കൂടി കട്ട് ചെയ്ത് കണ്ട് റാണി സെല്ല് എടുക്കാൻ പറ്റും. ബ്ലേഡോടെ കട്ട് ചെയ്യുമ്പോൾ എല്ലാം ശ്രദ്ധിക്കണം. കുറച്ച് മേലേക്ക് കട്ട് ചെയ്യണം നല്ലത്. കറക്റ്റായിട്ട് കട്ട് ചെയ്യണ്ട. അത് അവർ പിന്നെ സെറ്റാക്കി ഉണ്ടാക്കിക്കോളും. ഒന്നാണ് മേലേക്ക് ആക്കി ഇതുപോലെ കുറച്ച് ഉയർത്തിയാണ്ട് കട്ട് ചെയ്യാം. അപ്പോൾ നമുക്ക് ഒന്നുകൂടി സേഫ്റ്റി ആയിട്ട് എടുക്കാൻ പറ്റും. ഞാനൊരു റാണി സെല്ല് കഴിക്കുകയാണ്. നമുക്കും ആണല്ലോ റോയൽ ജെല്ല് കഴിക്കുക. ഒന്ന് ഇടയ്ക്കിടയ്ക്ക് ഓരോ റാണി സെല്ലൊക്കെ കഴിക്കുന്നത് നല്ലതാണ്. അപ്പോൾ ഒന്ന് സാമ്പിൾ നോക്കി. ടേസ്റ്റാണ്. ഇതാണ് നമ്മൾ നല്ല അടിപൊളിയായിട്ട് നൂൽമുട്ടിയിൽ നിന്ന് ഉണ്ടാക്കിയ മുട്ടകളാണ്. 4 മുട്ട ഒരേ ലെവലിൽ 4 മുട്ട ഉണ്ട്. ഒരേ ലെവലിലല്ല 4 മുട്ട ഒരു കൂട്ടിൽ നമുക്ക് എന്തായാലും ചെയ്യാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ എടുത്തിട്ട് ഡിവൈഡ് ചെയ്ത് കണ്ട് വേറെ കൂട്ടുകൾക്ക് അല്ലെങ്കിൽ ആർക്കും വേണമെങ്കിൽ ഹെൽപ്പ് ചെയ്യുക. റാണി ഇല്ലാത്തവർക്ക് വേണമെങ്കിൽ കൊടുക്കുക. അങ്ങനെയൊക്കെ ചെയ്യാം.
ഇത് വേറൊരു കൂടാണ്, ഇതുപോലെ പിരിച്ച വേറൊരു കൂടാട്ടത്. ഇതിൽ അന്ന് റാണിസെല്ല് കുറവാണ് കണ്ടത്, എന്നാലും ഒരു 3-4 ഉണ്ടാവും. നമ്മൾ തീറ്റ കൊടുക്കുന്ന പാത്രമാണ്, ഒക്കെ എല്ലാം എടുത്ത് വെക്കണം. സാവധാനത്തിൽ നമ്മൾ ചെയ്യുക. ഈ കൂട്ടിൽ റാണിസെല്ലുണ്ട്, ഈ അടിയിലല്ല, വേറെ അടിയിലുള്ളത്. ഈ അടിയിലാണ് ഉള്ളത്. ഇത് പുതിയ അടയാണ്. നൂൽ മുട്ടകളൊക്കെ നമ്മൾ വെച്ച് കൊടുത്താണ് മേലേക്ക്. അടിയിൽ ഇതിൻ്റെ റാണി അടിയിലുണ്ട് കേട്ടോ. പിരിച്ചിട്ട് വേറെ എവിടേക്കും കൊണ്ടുപോയതല്ല, ഈ കൂട്ടിൽ തന്നെയാണ്. അടിയിൽ റാണിയുള്ള കൂടാണ്, മേലെ റാണിസെല്ലും കെട്ടി. അപ്പോൾ അവർക്ക് കൂട് വിട്ടുപോയ ടെൻഷനില്ല. പുതിയ അട ഉണ്ടാക്കുന്നുണ്ട്, അപ്പം തന്നെ സ്പോട്ടിൽ നല്ല വളർച്ചയും കിട്ടും. നല്ലൊരു സിസ്റ്റമാണിത്. അപ്പോൾ നമ്മളെ മേലത്തെ കൂടും കൂടെ മാറ്റി വെച്ച്, ഇതിൽ നമുക്ക് റാണിസെല്ല് കട്ട് ചെയ്യാനൊന്നുമില്ല, 2-3 റാണിസെല്ലുള്ളൂ. അപ്പോൾ അത് അങ്ങനെ തന്നെയാണ് കൂട് മാറ്റി വെക്കുക. ഇതാണ് എക്സിക്യൂട്ടർ പറഞ്ഞത്. അപ്പോൾ ഇതിന് താഴത്തെ കൂട്ടിലാണ് റാണി ഉള്ളത്. ഇത് വെച്ചുകൊണ്ട് റാണി മേലേക്ക് കയറില്ല, അതുകൊണ്ടാണ് അവർ മേലെ റാണിസെല്ല് കെട്ടിയത്. അപ്പോൾ ഇത് നമ്മൾ വല്ലാണ്ട് എടുത്ത് മാറ്റി വെച്ചപ്പോൾ അടിയത്തെ കൂട് ഒരു സെറ്റ് കൂടാണ്. അതിൽ പുതിയ ആട ഉണ്ടാക്കിയുണ്ട്, പിന്നെ കുറേ മക്കളുണ്ട്, റാണിയുണ്ട്, എല്ലാം നല്ലൊരു കൂടാണിത്. അപ്പോൾ ഈ കൂടിനൊരു കേടുപാട് നമുക്ക് പറ്റണില്ല, സെറ്റായ കൂടാണ്. നമ്മൾ മറ്റേ ഇതിലേക്ക് നമ്മൾ പിരിക്കുമ്പോൾ 2 കൂടിനും ഒരു സ്ട്രെങ്ത്ത് കുറയും. ഇതാകുമ്പോൾ ആ ബുദ്ധിമുട്ടില്ല. അപ്പോൾ താഴത്തുനിന്ന് നമുക്ക് നല്ല മക്കളൊക്കെ ഉള്ള ഒരു അട മറ്റേ കൂടിന് ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി ഇട്ട് കൊടുത്താൽ ആ കൂടും സെറ്റാവും. ഈ കൂട് റാണി ഇല്ല സ്ഥിതിക്ക് ഇപ്പോൾ മുട്ട ഓൾറെഡി ഇട്ടുകൊണ്ട് നിൽക്കുന്നതുകൊണ്ട് ഈ കൂടും സെറ്റാവും. അപ്പോൾ റാണി ഇതിലില്ല, നമ്മൾ കമ്പി ഇട്ടാണ്, കണ്ടില്ലേ കമ്പി ഇട്ടുകൊണ്ട് നമുക്ക് ഇതെങ്ങനെയും തിരിച്ചും മറിച്ചൊക്കെ ചെയ്യാം. പൊട്ടണ പേടി പേടിക്കണ്ട. നമ്മൾ അത്രക്കും മൈൻഡ് ചെയ്യാതെ കട്ടായാലേ പൊട്ടുള്ളൂ, അല്ലെങ്കിൽ ഇത് പൊട്ടാത്ത ഒരവസ്ഥയുള്ളത്. അപ്പോൾ ഈ 2 കൂടും നമുക്കിഞ്ഞ് കൊണ്ടുപോകണം, വേറെ സ്ഥലത്തേക്ക് കൊണ്ടുപോയിട്ട് 2 കൂടും ഫിറ്റാക്കണം. റാണി മുട്ട വേറൊരു കൂട്ടിക്ക് വെച്ച് കൊടുക്കും വേണം. ഇതാണ് ഇന്നത്തെ നമ്മളെ പണികൾ. അപ്പോൾ നമുക്ക് വേറെ കൂടുതൽ സ്ഥലത്തേക്ക് പോവാം. ഓക്കെ. അപ്പോൾ നമ്മളെ റാണി മുട്ട ഉള്ള സെല്ലാണ് നമ്മൾ അവിടെ നിന്ന് കട്ട് ചെയ്തെടുത്ത സെല്ലായി കാണുന്നത്. ഇതിൽ 2 മുട്ട, ഇതിലൊരു മുട്ട, അങ്ങനെ 3 മുട്ട നമ്മളെ കയ്യിലുണ്ട്. അതിലൊന്ന് നമുക്ക് ഇപ്പോൾ ഒരു കൂട് ഓൾറെഡി നമ്മൾ പിരിച്ച് വെച്ച് റാണി ഇല്ലാത്തൊരു കൂട് അവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ആ കൂട്ടിക്ക് ഒന്ന് ഇട്ട് കൊടുക്കാം. ഇത് നമ്മൾ ആ റാണിൻ്റെ മുട്ടൻ്റെ അറ്റത്ത് ഒന്ന് തേനൊന്ന് പുരട്ടി കൊടുക്കുക കേട്ടോ. അപ്പോൾ അവർക്ക് കൂട്ടിക്ക് വെക്കുമ്പോൾ അതിൽ വന്നുകൊണ്ടൊന്ന് സെറ്റാകാൻ വേണ്ടിയിട്ട്, പെട്ടെന്നുള്ളൊരു ഇത് വരാക്കാൻ വേണ്ടിയിട്ട് തേനൊന്ന് മുക്കി കൊടുത്താൽ, അറ്റത്തൊന്ന് തേനൊന്ന് മുക്കി കൊടുത്താൽ അവർ വന്നുകൊണ്ട് പെട്ടെന്ന് റാണിയായിട്ട് സെറ്റാവും. ഇന്നോ നാളെ ആയിട്ട് ഈ റാണി വിരിയും ചെയ്യും. അപ്പോൾ നമുക്ക് പെട്ടെന്നൊരു കൂട് റെഡിയായി. അപ്പോൾ 8 ദിവസം കൊണ്ട് നമുക്ക് 3 കൂട് ഒറ്റയടിക്ക് പുതിയത് വന്ന്. ഒരു ഈർക്കിളി ചെറിയൊരു കമ്പെടുത്തിട്ട് ഇങ്ങനെ വെച്ച് കൊടുത്താൽ ഇത് വെക്കാൻ നമുക്ക് സുഖമാവും. എന്നിട്ട് ഈ 2 അടൻ്റെ അടിയിക്കാണ്ട് വെച്ച് കൊടുത്താൽ മതി കേട്ടോ. തീറ്റ കൊടുക്കുന്ന പാത്രം എല്ലാം എടുത്ത് മാറ്റിയിട്ട് ഒന്ന് ചെറുന്നനെ ഒന്നാണ്ട് വിടർത്തുക. എന്നിട്ട് ഇതിക്ക് വല്ലാണ്ട് ഇറക്കി വെച്ച് കൊടുത്താൽ പിന്നെ അവരായി. പെട്ടെന്ന് അവർക്ക് ഇഷ്ടപ്പെട്ട റാണിനെ അവർ സെറ്റാക്കും. ഈ റാണി പറഞ്ഞാൽ നല്ല തേനും ഇതൊക്കെ നല്ല മക്കളൊക്കെ എല്ലാം നല്ല കൂട്ടുന്ന് ഉണ്ടാക്കിയ റാണി ആയതുകൊണ്ട് നമുക്കത് നല്ല പെർഫോമൻസ് കാഴ്ച വെക്കും. അതുപോലെ നമുക്ക് നല്ലൊരു ഈ സീസണിൽ നല്ലൊരു തേനും കിട്ടാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഇതിങ്ങനെ വെച്ച് കൊടുത്താൽ മതി, വേറെ ഒന്നും നമ്മൾ ടെൻഷൻ അടിക്കണ്ട. അവർ സെറ്റാക്കി കൊടുത്ത് തീറ്റയും വെച്ച് കൊടുത്തുകൊണ്ട് അടച്ചിട്ടാൽ 10 ദിവസം കഴിഞ്ഞിട്ട് നമ്മളത് തുറന്ന് നോക്കിയാൽ മതി. അപ്പോൾ അവർ റാണി ഒക്കെ സെറ്റായി മുട്ട ഇട്ടായിക്കോളും. ടൈമിൽ നമ്മൾ കുറച്ച് ലൂസാക്കിയിട്ട് തീറ്റ കൊടുക്കുക. വെയിലൊക്കെ ആണല്ലോ, ചൂടാണ്. അപ്പോൾ നല്ല കട്ടിയിൽ കൊടുക്കണ്ട, കുറച്ച് ലൂസാക്കിയിട്ട് തീറ്റ വെച്ച് കൊടുത്താൽ അവർക്ക് വെള്ളത്തിന് വെള്ളമാവും, തീറ്റയ്ക്ക് തീറ്റയാവും, നല്ല സന്തോഷമായി പോകും. അങ്ങനെ നമ്മൾ വെച്ച് കൊടുത്തിട്ട് കൂട് അടച്ചിട്ട് ബന്ദോബസ്ത് ആക്കുക. ഇനി നമ്മൾ ഈ എറുമ്പോ പിന്നെ ജന്തുക്കളോ അതൊക്കെ കയറുന്ന നോക്കിയാൽ മതി. വേറെ അതിനെ ഇങ്ങനെ ഡിസ്റ്റർബ് ആക്കരുത്. തുറക്കാതെ സെറ്റാക്കി അവിടെ വെച്ച് കെട്ടി മേലെ അതുമാറ്റം മഴയൊക്കെ പെയ്യുകയാണെങ്കിൽ വരാക്കാൻ വേണ്ടിയിട്ട് മേലെ സീറ്റൊക്കെ ഇട്ട് ഓടൊക്കെ വെച്ചിട്ട് ബന്ദോബസ്താക്കിയിട്ട് വെച്ചാൽ കൂട് സെറ്റായി.
പിന്നെ ആ കൂട് നമ്മൾ പെട്ടെന്ന് എപ്പോഴും പോയി തുറന്നാലാണ് ബുദ്ധിമുട്ട്. തുറന്നിട്ടൊന്നുമില്ലെങ്കിൽ ഒരു ബുദ്ധിമുട്ടുമില്ല. ഓലവിടെ സ്വസ്ഥമായിട്ട് പ്രകൃതിയിലൊക്കെ എങ്ങനെയാണ് കൂട് അതുപോലെ ചെയ്തോളും. നമ്മൾ അവിടുന്ന് പിരിച്ച് കൊണ്ടുവന്നൊരു കൂട് ഇവിടെ വെക്കാൻ പോവുകയാണ്. ഞാൻ പണ്ട് കഴിഞ്ഞ കൊല്ലം വെച്ച സ്റ്റാൻഡാണ്. അപ്പോൾ അതിനൊന്ന് വൃത്തിയാക്കണം സ്റ്റാൻഡ്. അതിൻ്റെ അടിയിൽ കുറേ ചമ്മലും ഇതൊക്കെ ഉണ്ട്. അതൊക്കെ ഒന്ന് നീക്കി കൊടുത്തിട്ട് അവിടെ ഒന്ന് സെറ്റാക്കുക. നല്ലൊരു സ്റ്റാൻഡാണ്. അപ്പോൾ നമുക്ക് ഈ ഈച്ചയല്ല ചെതൽ, എറുമ്പ്, പിന്നെ ജന്തുക്കൾ അതിന് ഉള്ളൊരു സ്പ്രേ ആണിത്. ഇത് വേണമെങ്കിൽ ഇന്നേറ്റ് ബന്ധപ്പെട്ടാൽ മതി. ഇതാകുമ്പോൾ നമുക്ക് പിന്നെ ഇടയ്ക്കിടയ്ക്ക് വെള്ളം ഒഴിച്ച് കൊടുക്കുക, അതൊന്നുമില്ല, ടെൻഷനില്ല. ഇതാണ് അടിച്ചു കൊടുത്താൽ എന്തായാലും 2 ആഴ്ചക്ക് എറുമ്പോളും പിന്നെ മറ്റ് 8 കാല് ജന്തുക്കളൊന്നും വരില്ല. അപ്പോൾ അതൊന്ന് കൂട് ആ സ്റ്റാൻഡുമ്മ കൂടിയും അതിൻ്റെ അടിയിൽ കൂടിയും സൈഡിൽ കൂടെ ഒന്ന് അടിച്ചു കൊടുത്താൽ ഈച്ചക്ക് ഇതുകൊണ്ടൊരു ബുദ്ധിമുട്ടില്ലാണും. എന്നാലോ പിന്നെ എറുമ്പാക്കൊക്കെ ഈ സ്മെല്ലിൽ എറുമ്പാളൊന്നും വരില്ല. അപ്പോൾ നമ്മളവിടുന്ന് അടച്ച് വെച്ച് കൊണ്ടുവന്ന കൂടാണിത്. എസ്കൂട്ടർ വെച്ച് പിരിച്ച കൂട്ടിലെ റാണി സെല്ല് കെട്ടിയ കൂട് അതേപോലെ ഇതിൽ ഓൾറെഡി റാണി സെല്ലിലെ പലകുണ്ട്. പിന്നെ അല്ലാതെ മക്കളും കുട്ടികളുടെ 2 പലകുണ്ട്. ആ പലകല്ല ഒരു അടിപൊളി കൂടാണിത്. ഇതിവിടെ വെച്ച് കെട്ടിയിട്ട് നമുക്ക് ഇതിൻ്റെ എൻട്രൻസ് ഞാൻ അടച്ചു വെച്ചേക്കാണ് അവിടെ നിന്ന് കൊണ്ടുവന്നപ്പോൾ. അപ്പോൾ ഇനി അതിൻ്റെ അടി കൂടെ ഈച്ചകൾ പോകണ്ട വിചാരിച്ചിട്ട് കെട്ടി ഒരു പേപ്പർ വെച്ച് അടച്ചിട്ടുണ്ട്. അതാണ് മുന്നിൽ കാണുന്നത്. ഇനി നമുക്ക് ഇത് കെട്ടി ബന്ധവസ്ഥാക്കിയിട്ട് തീറ്റ കൊടുത്തിട്ട് തുറന്നു കൊടുത്താൽ അവരും സെറ്റായിക്കോളും. അപ്പോൾ തീറ്റ കൊടുക്കുമ്പോൾ അവർക്ക് അതിൽ മുങ്ങി പോകാൻ വേണ്ടി കുറച്ച് കമ്പും ചുള്ളിയൊക്കെ ഇട്ട് കൊടുത്തിട്ട് ഒന്ന് ലൂസാക്കിയിട്ട് ഒറ്റ കൊടുക്കൽ തീറ്റ. അങ്ങനെ അതിലൊരു 300 മില്ലിയൊക്കെ കൊള്ളും. ആ ലെവൽ നിറച്ച് വെച്ചിട്ട് ഇതും ആണ് ബന്ധവസ്ഥാക്കിയാൽ രണ്ടാമത്തെ കൂടും റെഡിയായി. എന്നിട്ട് തുറന്ന് വിട്ടോടുകൂടി ഓലും ഓല പരിപാടികളായിട്ട് ഓല് സെറ്റാവും. അങ്ങനെ നാളെ ഒരു 3-4 ദിവസം കൊണ്ട് ഇതും വിരിയും. ഇത് വിരിഞ്ഞ് 10 ദിവസം കൊണ്ട് മേറ്റ് ചെയ്ത് ഇതിനും കുട്ടികളാവും. അങ്ങനെ ഡിസംബറോട് കൂടി ഈ കൂടും സ്ട്രോങ് ആവും. ഇനി ഈ പെട്ടിയും സൗകര്യം ഒക്കെ വേണ്ടവർക്ക് വീണ്ടും ഇതൊന്നും കൂടി പിരിക്കാനുള്ള ടൈമുണ്ട്. മഴ ഇതൊന്നും ഇല്ല.